വാസ്തവത്തിൽ നമ്മൾ ചെയ്തൊരു വലിയ കാര്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും ആർക്കും വേണ്ടാതിരുന്ന ഒരാളിനെ നമ്മൾ കൂടെ നിർത്തി. എൻ്റെ കാര്യം ഒരു ദൈവദാസനല്ലേ. പക്ഷേ അദ്ദേഹം ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് എന്താ പറയണ്ടേ, എന്നെ തള്ളി പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. അതാ ഈ പാട്ടിൻ്റെ സാഹചര്യമൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നെ തള്ളി പറഞ്ഞു. അതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമായി. ഇന്ന് അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ തന്നെയാണ് കേട്ടോ. ഇന്നൊരു നല്ല പ്രവർത്തന സ്ഥലത്തുണ്ട്. ദൈവം അദ്ദേഹത്തെ മാനിക്കട്ടെ, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ ഒരു വർഷം, ഇത് ഞാൻ എങ്ങും പറയാത്തൊരു കാര്യം കേട്ടോ, ആ ഒരു വർഷം ചർച്ചയിൽ നിന്ന് സ്തോത്ര കാഴ്ചയോ ദശാംശമോ ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ സഭാ ശുശ്രൂഷയിൽ ദശാംശവും സ്തോത്ര കാഴ്ചയും വാങ്ങാതെ ഒരു വർഷം ഞാൻ ജീവിച്ചു. കാരണം വിളിച്ചത് കർത്താവല്ലേ. സ്തോത്ര കാഴ്ച തരാമെന്നൊന്നും പറഞ്ഞല്ലല്ലോ കർത്താവ് വിളിച്ചത്. ശുശ്രൂഷ ഉണ്ടെങ്കിൽ കർത്താവ് നടത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു രൂപ പോലും, ഒരു ഇതെങ്ങും ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു സാക്ഷ്യം, സിംഗിൾ പൈസ പോലും ഞാൻ എടുത്തില്ല. ചർച്ചിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പകുതി പാസ്റ്റർ എടുക്കുക, പകുതി അദ്ദേഹത്തിന് കൊടുക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, 3 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനുണ്ട്, മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കുക. ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് ഒരു വരുമാനവും ഇല്ലാതെ ജീവിച്ചൊരു വർഷം. അതൊക്കെ ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു ഡയറി മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒത്തിരി സന്ദേശങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കരുതിയിട്ട് അദ്ദേഹം എന്നെ മനസ്സിലാക്കാതെ തള്ളി പറഞ്ഞു പോയി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അന്ന് രാത്രി ഇരുന്ന് എഴുതിയ വരിയാണ്, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാചനിക്കുന്നു. ആമേൻ. ശരിക്കും ആദ്യം ഞാൻ എഴുതിയ സ്റ്റാൻസ് എന്ന് പറയുന്നത്, കൂട്ടം വിട്ടുവും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാചനിക്കുണ്ട്. ഈ ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലർ സിയോൻ പർവ്വതം പോലെയൊക്കെ ഉറച്ചു നിൽക്കും. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പെട്ടെന്ന് തളരും. എൻ്റെ വൈഫ് എന്നെ കുറ്റം പറയാറുണ്ട്, നിങ്ങൾ സ്റ്റേജിൽ വലിയ ഗർജിക്കുന്ന പുള്ളിയാണ്, ഒരു ചെറിയ കാര്യം മതി എന്നൊക്കെ പറഞ്ഞ്. കാരണം അവളുടെ അപ്പനല്ലല്ലോ എൻ്റെ അപ്പൻ. അത് ഈ ജനറ്റിക് പ്രോബ്ലം ഉണ്ട്, ഇതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണുകയല്ലായിരുന്നു. ഇച്ചിരി എന്നെക്കാൾ ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് തളരും. അങ്ങനെയാണ് കൂട്ടം വിട്ടുപോകും ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാചനിക്കുണ്ട്, തോളിൽ ഏറ്റിടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഈ ഒറ്റപ്പെടുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ദൈവമോട് പറയാം, ഒറ്റപ്പെടുന്നവരോട് ഞാൻ പറയുകയാണ്, ശരിക്കും ഒറ്റപ്പെടുന്നവർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയോ, ഇടയന്റെ തോളെ കയറാൻ കിട്ടുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കി ആടൊക്കെ മണ്ണിലൂടെ നടക്കുമ്പോ ഒറ്റപ്പെട്ടു പോയത് ഇടയന്റെ തോളിലാ. എവിടം വരെ? വീട്ടിലെത്തുന്നത് വരെ. ഓ ഹല്ലേലൂയ, ആമേൻ. ഞാൻ ആ പാട്ടിന്റെ പശ്ചാത്തലം ഒന്നും പറയാനിരുന്നതല്ല, കറണ്ട് പോയപ്പോ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ദൈവത്തിന്റെ ആത്മാവിനെ പലരെയും ഇതിനകത്ത് ധൈര്യപ്പെടുത്താനും ഉറപ്പിക്കാനും ഒക്കെ പദ്ധതിയുണ്ട്.